എന്റെ കയ്യിരിക്കുന്ന ഒരു ഐറ്റം കണ്ടല്ല, ഇത് ഇന്നലെ എഴുവിന്റെ മാർക്കറ്റിൽ പോയി ലേലം വിളിച്ച് വാങ്ങിച്ചതാണ്. ആവേശകരമായ ലേലം വിളിയായിരുന്നു. പക്ഷെ ഞാനിത് കരസ്ഥമാക്കി. ഇത് ചെന്നപ്പോൾ തന്നെ ഞാനിത് നോട്ടയിട്ട് വെച്ചേക്കായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ അത് കിട്ടി. പിന്നെ ഇത് കടലിൽ നിന്ന് കായലിലേക്ക് കയറുന്നതാണ്. ഇത് അപൂർവമായിട്ടാണ് നമുക്കിത് കായലിൽ കിട്ടുന്നത്. പിന്നെ എഴുവിന്റെ മാർക്കറ്റിൽ കൂടുതൽ കായൽ മത്സ്യങ്ങളാണ്, പക്ഷെ ഇടക്ക് കടൽ മത്സ്യങ്ങളും കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ കടൽ കറുപ്പ് എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും മീനുകൾക്ക് ഓരോരോ പേരുകളാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന്റെ പേരെന്നുള്ളത് മെൻഷൻ ചെയ്യാമോ? ഇത് നല്ലവണ്ണം കല്ലിൽ അരച്ച് കഴുകുന്നതാണ് ടേസ്റ്റ്. പക്ഷെ ഞാനിതൊന്ന് ചെത്തി നോക്കുവാണ്. ചെത്തിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ കല്ലിലരക്കാം. റീൽസിലൊക്കെ പിള്ളേർ ചൂണ്ടയിട്ട് പിടിക്കണേ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു മീനുകളെ, ജീവനുള്ള മീനുകളെയാണ് കഴിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ചൂണ്ടയിടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട്. പിള്ളേരൊക്കെ പടപടാന്ന് പിടിച്ചെടുക്കുന്നതാണ്. ഇത് സാധാരണയായിട്ട് കല്ലുകളുടെ ഇടയിലാണ് ഇതിരിക്കുന്നത്. നല്ല വഴുവഴുപ്പുണ്ട്, പിടിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. ചെത്തി എടുക്കാൻ കുറച്ച് പാടാണ്. ചെത്തിയിട്ട് ഞാൻ ഇത്രത്തോളം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ കല്ലിലിരുന്ന് അരച്ചെടുക്കും. നമ്മുടെ മീൻ വെട്ടി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കുന്നതിനാവശ്യമായ ചേരുവകളെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, 2-3 കറിവേപ്പില, പച്ചമുളക്, ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എൻ്റെ അമ്മ കറി വെക്കുന്ന രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത്. അമ്മയുടെ കറിയൊന്നും ആകില്ല, എന്നാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കറിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഇനി നമുക്ക് ഈ മസാല കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. എല്ലാവരും കറികളിൽ ഉലുവ ചേർക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ മുറിച്ച് കിടക്കുന്ന മീനുകൾക്കൊക്കെ ഉലുവ ചേർക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു രീതിക്കാണ് ഉലുവ ചേർക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ആരെങ്കിലും മീൻകറി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ. നമ്മുടെ ഗ്രേവിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വെക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളക്കുന്നത് വരെ ഇതൊന്ന് മൂടി വെക്കാം. നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പുളിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. പുളിയൊക്കെ നല്ലോണം പിടിക്കണേ മീനിനകത്ത്. നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാം. ഇളക്കി മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം.
നമ്മുടെ മീൻ പുളിയൊക്കെ പിടിച്ച് നല്ലവണ്ണം വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻ്റെതായ ചെറിയൊരു പൊടിക്കൈ കുറച്ച് തേങ്ങ അരച്ചിടുവാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ ടേസ്റ്റ് ഉപ്പുണ്ട പുളി ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറും കൂട്ടിയൊന്ന് കഴിക്കാം. നമ്മുടെ കടൽക്കറി മീൻകറി ഇവിടെ കിടുക്കനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ചോറും കൂട്ടി. നല്ല കിളായിരിക്കുന്ന മാംസമാണ്. ഓക്കെ, സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ നിന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് താഴെ പറയുക. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത്